ഗിബിയിലേക്ക് പോകുന്ന വഴിയിൽ അടവി എക്കോ ടൂറിസ്റ്റ്. അപ്പോൾ അടവി എക്കോ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടവഞ്ചിയിൽ കൂടെ കയറി 4 പേര് കയറി തുഴഞ്ഞ് കാട്ടിൽ കൂടെ തുഴഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കയറണതേ. കുട്ടവഞ്ചിയിൽ ആദ്യമായിട്ടാണ് കയറണത്, അല്ലാതെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ. ഹലോ അയ്യോ തിരിച്ചോ? ആ അപ്പോൾ ഞങ്ങൾ കുട്ടവഞ്ചിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടേ എബി എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ, ഇത് എത്ര പേർക്ക്? 4 പേര്. ഇതാണ് 4 പേരുടെ പാസ്. ഏത്? അടവി എക്കോ ടൂറിസം. തിരിച്ച് ഇത് ഓരോരുത്തരുടെ ഊഞ്ഞാലിട്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഊഞ്ഞാലും ഇതും ഇതൊക്കെ കണ്ട സമയത്ത് പെട്ടെന്നൊരു ആവേശം. ആടാമേ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയാ, പോണ്ടേ അവിടെ നിന്ന്. മനസ്സിലായ? ഇതാണ് കുട്ടവഞ്ചി. ആദ്യം ഞാനിതിങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരിൽ ആ പാട്ടിൻ്റെ സീനെന്ന് വിചാരിക്കും. അല്ല, ഈ കുട്ടവഞ്ചിയിൽ ഞങ്ങൾ കയറാൻ പോകുന്നു. കുട പോലെ ആക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി എബി, സൂപ്പറായിട്ടുണ്ട്. ജോണിയുണ്ട് ഒരേ നിർബന്ധം, കുട്ടവഞ്ചിക്കായിരിക്കും. ശരി കയറ്. ആ ഓക്കെ അല്ലേ? ഓക്കെ, വരുവാന്നോ? നമ്മുടെ കാര്യം രണ്ട് കുട്ടവഞ്ചി പാസ് ചെയ്ത് പോകണേ. 2 കുട്ടവഞ്ചി പാസ് ചെയ്ത് പോയി. ഇതാ ഒരു കുട്ടവഞ്ചി ബാക്കിൽ നിന്നുണ്ട്. നമ്മുടെ പേരെന്താണ്? എൻ്റെ പേര് സഞ്ജു. ഇവിടെ തന്നെ താമസം? ഇവിടെ അടുത്ത് തന്നെയാണ്, മണ്ണേറാന്ന് പറയും. ഞങ്ങളെല്ലാം അടുത്തുള്ളവരാ. ആണല്ലേ? തൃശ്ശൂരുകാരെല്ലാം അടുത്തില്ല. മണ്ണേറ, തണ്ണിത്തോട്, ഇരുമുള്ള, പിന്നെ അതുമ്പുങ്ങളൊന്നും. അല്ല, ഞാൻ എന്തെന്നറിയോ, ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചതേ മലയാളി അല്ലെന്ന് വിചാരിച്ചത്. സത്യം. അല്ല ഈ ചോദ്യം ആദ്യമായിട്ടല്ല, പലരും എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട്. ആര്? അല്ല മുഖത്ത് അങ്ങനെ ഒരു ചെറിയൊരു പാനിപൂരി കിടപ്പുണ്ട്. ഞാൻ പലരോട് ചോദിക്കുന്നവരോട് പറയുന്നത് ഞാൻ ആ മുഖത്തൊരു പാനിപൂരി കിടക്കണം. പിന്നെ ആള് ഇവിടെ കേൾക്കുന്നുണ്ട്. ഇത് മിക്കവാറും പുറത്ത് പോയിട്ട് കണ്ട മിക്കപ്പോൾ ഇവിടെ പറയുന്നതാണെന്ന്. നീർക്കാക്ക കണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ പോയത്. നീർക്കാക്ക ഓരോ നിമിത്തങ്ങളാണ്. കാരണം ഇവിടെ വരാനും പിറ്റേന്ന് രാവിലെയാണ് നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനം. പത്തനംതിട്ട KSRT സ്റ്റാൻഡിൻ്റെ അടുത്ത് ഐപ്രോ മൊബൈൽ മാർട്ട് എന്നുള്ള ആ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വന്നതാണ്. ഞാൻ അതുകൊണ്ട് ഇതുകൊണ്ട് ഗിവി പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇതുവരെ പോയിട്ടില്ല. വരൂ, നമുക്കിവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട്. പക്ഷേ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങ് പോകാൻ പറ്റും, ബോർഡറിലേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പോയിട്ട് സമയത്തിന് നമ്മളെ ഈ വന്ന ഫംഗ്ഷന് വരാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണെന്നറിയാം, ഇവിടെ ഈ കുട്ടവഞ്ചിയിലേക്ക് ഒന്ന് കയറി അങ്ങനെ ഇവർക്കറിയാമെന്നുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഒന്ന് കണ്ട് ഒന്ന് പരിചയപ്പെട്ട് പോകാമെന്ന് വിചാരിച്ച്. 2 കുട്ടവഞ്ചി തമ്മിൽ ഏറ്റുമുട്ടാനുള്ള പരിപാടിയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടാണെങ്കിൽ കേട്ടാ, പക്ഷേ ഏറ്റവും കൂടെ നമ്മളെ ജയിക്കും. അല്ലല്ല, ഞങ്ങളെ കണ്ടുകൊണ്ടാണെങ്കിൽ ഞാൻ എടുത്ത് വെള്ളത്തിൽ ചാടും. നിങ്ങളെ മാത്രം ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രവി. ഇവിടെ അടുത്ത് തന്നെയാണ് ആണല്ലേ? അങ്ങനെ ഐപ്രോ മൊബൈൽ ഹബിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതിൽ ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. അത് സന്തോഷം വലിയ. സൂപ്പർ. പിന്നെ പകലല്ലാതെ നൈറ്റ് കയറ്റില്ല.
ഇല്ല. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് പരിപാടി തീർന്നു. നമ്മൾ 5:30 വരെ ടിക്കറ്റ് കൊടുക്കത്തില്ല. നമ്മളൊരു 6-6:30 ആകുമ്പോഴത്തേക്ക് അവസാനിപ്പിക്കും. പക്ഷേ ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഇവിടെ താഴെ ട്രീ ടോപ്പ് ഹോട്ടലുണ്ട്, ഈ ബാമ്പു ഹോട്ടൽ എന്ന് പറയും. നൈറ്റ് സ്റ്റേ ചെയ്യും. പക്ഷേ കൊട്ടവഞ്ചി സവാരി ഇല്ല. അല്ല ഈ അവിടെ അതിന് പ്രത്യേകിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഇത് നമ്മളൊരു ഡേ നൈറ്റും താമസിക്കുന്നത് 24 മണിക്കൂറാണ്. അങ്ങനെ 3000 രൂപ. ഫുഡില്ല, ഫുഡ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യും. താമസത്തിന് മാത്രം ഒരു 4 പേർക്ക് 3000. 4 പേർക്ക് 3000 രൂപ അല്ലേ? ജസ്റ്റ് അവിടെ കയറി കണ്ടിട്ട് പോകാം. ഇപ്പം വന്ന വഴി അല്ല അത് ഹട്ടാണ് പിന്നെ ട്രീ ടോപ്പ് ഹട്ടാ, വലിപ്പമുള്ള ഹട്ടുകളാണ്. ബസ് അറ്റാച്ചഡായിട്ടൊക്കെ വലിപ്പമുള്ള ഹട്ടുകൾ. സൗകര്യമാണ്. റൂം പിന്നെ ഒറ്റ ഹാളായിട്ട് ബാത്റൂമും ഹാളും ഒക്കെ ആയിട്ട്. ഓക്കെ. ഡൈനിങ് ഏരിയ വേറെയാ. ഓക്കെ. 4 പേർക്ക് അല്ലേ? 4. ജസ്റ്റ് നമുക്ക് കണ്ടിട്ടൊക്കെ പോവാം. കാണാം. നമുക്ക് അതുപോലെ നമുക്ക് എന്തെങ്കിലും വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നാലും വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നാലും റൈറ്റിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് വന്നിരുന്നാലും നമുക്ക് പെട്ടെന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുന്ന നല്ലതാണല്ലോ. അല്ല മരത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള നല്ല അടിപൊളി കാഴ്ച. സൂപ്പർ. ഫുഡ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ ഇവിടെ അപ്പുറത്തൊരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്. അവിടെയും ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല. അല്ലാതെ 1200 രൂപയ്ക്കാണ് തോന്നുന്നു AC നോൺ AC. ACക്ക് 1200. അവിടെ ബോർഡ് വെച്ചേക്കണം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു കോഴിയാണ് കാണുന്നത്. ദുബായിലേക്കിടയിൽ കൊടുക്കുന്നത് ഐറേ എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റെ കൂടെ പോയല്ലേ? കാട്ടുകോഴിയല്ലേ? അപ്പോൾ നമ്മൾ നീർക്കാക്ക കണ്ട്. ഇനി കാട്ടുകോഴി എവിടെ? ഉണ്ട്. കണ്ട് കാട്ടുകോഴിയായി. ഇന്നടുത്ത് പൊന്മാനെ പിടിക്കാൻ പറ്റും. സൂപ്പറല്ലേ? അതെങ്ങും ഓടില്ല. അതിനറിയാം അത് സേഫാണെന്നറിയാം. അതിനൊന്നും ചെയ്യില്ലെന്നറിയാം. എൻ്റെ അടുത്ത് പോയാലും ഒന്നും ചെയ്യില്ല. അത് നീലപ്പൊന്മാനെ, എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, എളിയിലെ തലപ്പുടവ വേണു, ചോലപ്പൊന്മാനെ, നീലപ്പൊന്മാനെ, എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു. വരി പൊന്മാനെ, വരി ഒരല്പം തെറ്റാണ്. ഞാൻ അങ്ങനെ വരി നല്ല കറക്റ്റായിട്ട് പാടാറില്ല. ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം. വരി ഞാൻ ഒന്ന് തെറ്റിച്ച് പാടി, ക്ഷമിക്കണം. നിങ്ങളെ പാട്ടാണ്, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള പൊന്മാൻ്റെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഇനി പാട്ട് നിങ്ങളെ പാട്ട് തെറ്റിച്ച് പാടി എന്നും പറഞ്ഞുകൊണ്ട് പരാതിയൊന്നും കൊടുത്തു കളയരുത്. ശരി. കാണാം. പാനിപ്പൂരി ഓക്കെ. എൻ്റെ മുഖമൊന്ന് നമ്മളെ പിന്നെ കമ്പൂരിടത്തല്ലേ ഈ പാനിപ്പൂരി എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തെയാണ്. ഒരു നീർക്കാക്കെ അങ്ങറ്റം തൊട്ട് ഇതാ ഇവിടെ വരെ മുങ്ങും പൊങ്ങും. അത് മീനിനെ കളിപ്പിക്കുമ്പോൾ ഞങ്ങളായിട്ട് കളിപ്പിക്കുകയാണ്. മുങ്ങും, അടുത്ത് ചെല്ലുമ്പോൾ ഇത് അവിടെ പൊങ്ങും. അങ്ങനെ ഇത് കുറേ വട്ടമായി. സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് പിന്നെ കാണാം. ഇവിടെ ഇനി അങ്ങോട്ടും പോകുമ്പോൾ ആഴമുണ്ടോ? ഇല്ല, ഇവിടെ നമ്മൾ പൊതുവേ ഈ ആറിലധികം വലിയ ആഴമുള്ള ഭാഗങ്ങളിലൂടെയല്ല നമ്മൾ ഈ കൊട്ടവഞ്ചിയിൽ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ആഴം കുറവാണ്. നമ്മൾ പിന്നെ കയറിയ കുറച്ച് ഭാഗം മാത്രം ഒരല്പം ആഴമുള്ള സ്ഥലമാണ്. അതൊരു ചെറിയ കയമാണ്, പാണ്ഡ്യാൻ കയം എന്ന് പറയും. നമ്മളിങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെയും പാറയാണ്. ഇതിനധികം ചെളി അടിയത്തില്ല. ഇവിടെ മഴക്കാലത്ത് നല്ല ഒഴുക്ക് വരുന്ന ഒരു ആറാണ്. വീതിക്കുറവും ആഴക്കുറവും ആയതുകൊണ്ട് നല്ല ഒഴുക്ക് വരും. അതുകൊണ്ട് അധികം ചെളിയൊന്നും അടിയത്തില്ല. മണലും പാറയുമാണ്. ഒരു ഭാഗവും പാറ തന്നെ. അത് സേഫാണ്, നമുക്കൊന്നും പേടിക്കില്ല, ധൈര്യമായിട്ട് പോകും. നമ്മൾ കയറിയ സ്ഥലമൊക്കെ ഒരല്പം ആഴമുള്ള ഭാഗമാണ്. അതൊരു ചെറിയ കയമാണ്. പിന്നെ ഈ മുൻപോട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ പാറയാണ്. അവിടെയൊക്കെ ഒരു അരക്കപ്പം വെള്ളം മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് നല്ല വെങ്കലത്തിലെ പാട്ട് എഴുതുക, ആറാട്ട് കടവെങ്കിൽ അരക്കപ്പം വെള്ളത്തിൽ. ഇവിടെയല്ല, പക്ഷെ അതിനോട് ചോദിക്കും. അതിൻ്റെ ഇടയിൽ ചേട്ടൻ ഈ പറഞ്ഞു തന്ന ഇത് എനിക്ക് പറഞ്ഞു തരുന്നതുമല്ല, അതിന് വരാൻ പോകുന്നവർക്കും അങ്ങനെയുള്ളവർക്കും കൂടെ ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക്, നമ്മളെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇത് പരിചയം എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു തരുന്നതാണ് നമുക്കും കൂടെ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ തമാശ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ ആ ഹോട്ടലിൽ പേരെന്താ? പാറയിൽ ഹോട്ടൽ പത്തനംതിട്ട. പാറയിൽ ഹോട്ടൽ പത്തനംതിട്ട. അടിപൊളി. സ്ഥിരം പറ്റുകയാണ്. പുള്ളിക്ക് കോന്നിയിലെ ഒരറ്റം തൊട്ട് പത്തനംതിട്ടയിലെ അറ്റം വരെയുള്ള എല്ലാ കടകളും അറിയാം. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം കൂടി പോകുന്നത്. അടിപൊളിയാണ്, അടിപൊളി. പുള്ളി പറയുന്നത് ജീവിക്കാൻ വേണ്ടി കഴിക്കും. ഇതല്ല, ഇത് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ്. ഇത് നേരെ കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നത്. അത്യാവശ്യം ഒരു കോമഡി അത് പറഞ്ഞേട്ടാ. പാനിപൂരി ജീവിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കണം, പക്ഷേ കഴിക്കാൻ വേണ്ടി പുള്ളി അങ്ങനെ അദ്ദേഹം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യനെ എന്നെ അദ്ദേഹത്തോട് നോക്കിയിട്ട് പറ. ദൈവമേ, ഞങ്ങൾ ഇവർ രണ്ടുപേരും ഇപ്പം അടി കൂടുകയും ചെയ്യും. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ നാട് കയത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇവർ രണ്ടുപേരും അടി കൂടുകയും ചെയ്യും. നമുക്കടുത്ത് ചാടാല്ലേ? ഈ അടുത്ത ഏരിയയിലെങ്ങും അടികൂടാത്ത ആൾക്കാർ ഞങ്ങൾ തുളച്ചിലുകാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അല്ല, അത് പറയാതിരിക്കും പോയി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ നമ്മുടെ അടുത്ത് മാത്രം എല്ലായിടത്തും ഇവർ കാണിക്കുന്ന സ്നേഹം, ഇവർ കാണിക്കുന്ന സഹകരണം, അത് പറഞ്ഞറിയിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ നിന്ന് എന്തെല്ലാം തമാശകൾ പറഞ്ഞിട്ട് അവർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ അടുത്ത് മാത്രമല്ല, ഇവിടെ വരുന്നവരുടെ അടുത്തൊക്കെ അവർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതും അവർ സഹകരണം. ഓക്കെ, അതിന് എല്ലാ സ്റ്റാഫിനും നന്ദി പറയും. താങ്ക് യു. ഞങ്ങളോട് നന്ദി പറയണമല്ലോ. പിന്നെ നമ്മൾ ഈ വഞ്ചി ചെറുതായിട്ട് വട്ടം കറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മളത് ചോദിച്ചിട്ടേ കറക്കത്തുള്ളൂ. കറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ വഞ്ചി ചെറുതായിട്ടൊന്ന് കറക്കാം. എനിക്ക് ബുദ്ധിമുട്ട് വല്ലതുകൊണ്ട് നേരത്തെ പറയണം. നിർത്തണ എന്താ കറക്കണ്ട? വേണ്ട, കുട്ടവഞ്ചിയിൽ കിടക്കാൻ വേണ്ട, വേണ്ട, അത്രയും മതി, അങ്ങനെ മതി. കുഴപ്പമില്ല, കറക്കിക്കും. കുട്ടവഞ്ചിയിൽ ഇത് അതായത് ഇവിടെ വരുന്നവർക്ക് അവർ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ചിലർക്ക് കറങ്ങുന്നതൊക്കെ ചിലപ്പോൾ തല ഇറക്കം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ ചോദിക്കും, ഞങ്ങളൊന്ന് കറക്കട്ടെ എന്ന് ചോദിക്കും. കറക്കത്തിന് ചെറുതായിട്ട് കറക്കും, വലുതായിട്ട് കറക്കും, നല്ല സ്പീഡിൽ കറക്കും. ഇങ്ങനെ കറക്കിട്ടുന്നപ്പോൾ സുനിയണ്ണൻ പറഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കറക്കിയാൽ മതിയേ, വലുതായിട്ട് വേണ്ടെന്ന് പറഞ്ഞ്. സുനിയണ്ണന് പ്രായമായല്ലേ, 60-65 വയസ്സുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോലെ സ്റ്റാമിന ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ അത് വിഷയമില്ല. പാനിപൂരി മതി. എന്നെ കുറ്റം പറഞ്ഞ് പാനിപൂരി തങ്കുന്റെ സ്റ്റാർ. സൂപ്പർ. ഇതെനിക്ക് പെട്ടെന്ന് തോന്നിയെന്നറിയാം. നമ്മൾ പണ്ട് ഉത്സവ പറമ്പുകളിലൊക്കെ പണ്ടത്തെ അഞ്ഞലൂഞ്ഞാൽ ഇന്ന് അതിനെ പരിഷ്കരിച്ചാണ് വേറെന്തൊരു ആകാശ കപ്പലൊക്കെ ആക്കിയത്. അന്നത്തെ എന്ന് പറഞ്ഞാൽ പിടിച്ച് കറക്കണം അഞ്ഞലൂഞ്ഞാൽ അല്ലേ? 5 പൈസയ്ക്ക് 5 കറക്കാം, 10 പൈസയ്ക്ക് 10 കറക്കാം, അങ്ങനെയുള്ള. എനിക്ക് അതുപോലെ തോന്നിയത്. ഗുഡ്, അടിപൊളി. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇവർ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഈ ഫ്ലൈറ്റ് കയറുന്നവർക്കറിയാം, ലാസ്റ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചില കലാപരിപാടികളുണ്ട്. ഒന്ന് ചരിച്ച്, ഒന്ന് വീണ്ടും ഒന്ന് ചരിച്ച്, എല്ലാവർക്കും കാണാൻ വേണ്ടിയുള്ള ചെറിയൊരു ഷോയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അവരുടെ. സൂപ്പർ, അടിപൊളി, ഗുഡ് കേട്ടോ. പിന്നെ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, തല ഇറക്കാൻ പറ്റില്ല. അടിപൊളി. കറങ്ങിയപ്പോഴേ ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു. ഇനി അവരെ കറക്കണം ഞങ്ങളിരുന്ന് കാണും. നമ്മളെ പോലല്ല. അല്ലല്ല, അത് പറ്റില്ല. അവരെ കറക്കണം ഞങ്ങളിരുന്ന് കാണും. പാർക്കിൽ കറങ്ങണ കാര്യമല്ലേ തന്നെ? ഞാൻ പറയാം. ഞങ്ങളെ ഓക്കെ അല്ലേ, ഞങ്ങൾ കറങ്ങിയപ്പോൾ അവിടെ നിന്ന് രണ്ടുപേരും ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾ കറങ്ങിയപ്പോൾ കേട്ടാ, എന്നെ കണ്ടിട്ട് ഞാൻ കാണിച്ച കോപ്രായങ്ങൾ കണ്ടിട്ട്, അതായത് പേടിച്ചിട്ട് കിടന്ന് കാണിച്ചില്ല, അത് കണ്ടപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. ഇനി അവർ കറങ്ങുന്ന കണ്ടിട്ട് ഞങ്ങൾ കിടന്നിരിക്കും. പോട്ടെ. മസിൽ പിടിച്ചിരിക്കണേ, ചില ആൾക്കാർ മസിൽ പിടിച്ചിരിക്കണേ. വീഡിയോ പിടിക്കുന്നൊന്നും മിണ്ടാനും പറ്റുന്നില്ല, മസിൽ പിടിച്ചിരിക്കുക. ഇതാണ് കേട്ടാ, ആ നിലവിളി ശബ്ദം വിടോ. നിലവിളി ശബ്ദം ഇടാതിരിക്കാൻ എന്ത്? അല്ല, ഞങ്ങൾ കടിച്ചു പിടിച്ചായിരുന്നു. സൂപ്പർ, അടിപൊളി കേട്ടാ.
അടിപൊളി. കാരണം ഞങ്ങൾ കറങ്ങിയത് ഇങ്ങനെ തന്നെ വേറെ ആൾ ഇത് ചെയ്യുമ്പോഴേ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അടിപൊളി, സൂപ്പർ. അല്ലേ പിന്നെ നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളിത് കറങ്ങുന്ന, ഇത് ആദ്യമായിട്ടല്ലേ, ഒരു സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നതാണ്. എങ്ങനെയുണ്ട് കണ്ടിട്ട് എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ, സൂപ്പറല്ലേ അല്ലേ? അടിപൊളി. അത് ഇന്ന് ശരിക്കും പറഞ്ഞു ഇന്നത്തെ ദിവസം മറക്കില്ല. നാളത്തെ ദിവസം മറക്കില്ല, നാളെ വന്ന ഫംഗ്ഷനാണ് വന്നത്, നാളത്തെ ദിവസം മറക്കില്ല. പക്ഷേ ഇന്നത്തെ ദിവസവും മറക്കില്ല. അടിപൊളി, സൂപ്പർ, ഗുഡ്. ഓക്കെ, ടാറ്റാ ടാറ്റാ. അപ്പം നമുക്ക് കരയിൽ കാണാം. ഓക്കെ, അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, എങ്ങനെ ആശ തീരും. ഒരാൾ ഒരു കുറ്റി കയറി ഇങ്ങനെ ഇരിപ്പുണ്ടേ, മിണ്ടാതെ പോവാം. പക്ഷേ ഇത് നമ്മൾ ഒരു ജീവിയിൽ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവരങ്ങനെ തന്നെ ഇരിക്കും. ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. കാക്കയും കിളിയും പൂച്ചയും മാനും മയിലും പുലിയും കടുവയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട്. അത് അവരുടേതാണ്. നമുക്കിവിടെ വീടും ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ, വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ? ഇവിടെ വരുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റാണ്, അവരുടേതാണ്. അപ്പോൾ അതിനെ ഉപദ്രവിക്കാതെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോകാം, എന്തുവേണോ ചെയ്യാം. മനസ്സിലായി? ഓരോ വീഡിയോകൾ കണ്ടിട്ടില്ലേ, സിംഹത്തിൻ്റെ അടുത്ത് വരെ, സിംഹത്തിൻ്റെ മടിയിൽ വരെ കയറിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനുള്ളൊരു തിരിച്ചറിവ് അതിനുണ്ട്, നമുക്കുണ്ടായാൽ മാത്രമാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് മിണ്ടാപ്രാണികളുടെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ്. അല്ല, ഇതിന് വേറൊരു ഡിസൈനാണ് കേട്ടോ. ഇതിൽ വേറെ ഡിസൈനാണ്. ഇത് നീർക്കാക്ക അല്ലല്ലോ കേട്ടോ, നീർക്കാക്കനല്ലേ? എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു പക്ഷി ഞാൻ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. കാരണം നമ്മളെ നാട്ടുമ്പുറങ്ങളിൽ അവർ നിന്ന് വരില്ല. നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോൾ ഇവർ സ്ഥിരം ഇത് കാണുന്നല്ലേ, ഇവരൊക്കെ കുട്ടവഞ്ചി കൊണ്ടുവരുന്ന നമ്മളെ സഹോദരങ്ങളെ സ്റ്റാഫുകളൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ട് അവർക്കറിയാം. ഇത്ര ഈ പുറത്തുള്ള ഈ ഡിസൈൻ ഉൾപ്പെടെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അത് കാണാൻ വേണ്ടി ഇരുന്ന് കയറിയണത്, അതിനെ കാണാനാണ് വന്നതാണെന്ന് ശരിക്കും പറഞ്ഞാൽ, അതിനെ കാണാനാണ് വന്നതെന്നും അറിയാം, അതിനുള്ള ബോധം അതിനുണ്ട്. പക്ഷേ വരുന്നവർക്കില്ല. അവർ വരുന്നവർ കണ്ടിട്ട് അവസാനം പോകാൻ നേരത്തെ ഒരു കല്ലും കൂടെ എടുത്തെറിഞ്ഞിട്ടു. അതൊക്കെ പ്രശ്നം പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഹലോ സ്റ്റാർ മാജിക് നിർത്തി ഞങ്ങൾക്ക് വലിയ സങ്കടം കേട്ടോ. സ്റ്റാർ മാജിക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ കുട്ടവഞ്ചി ഇതിനെപ്പറ്റി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്? അങ്ങനെ ശരിക്കും നമ്മളിവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, ഇത് നമ്മൾ തമിഴ്നാട് സൈഡിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അത് ഈ പൊക്കനക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ, ഇത് അവിടെ കാവേരി നദിയിലും തുംഗഭദ്രയിലും ഒക്കെ കബനിയിലും ഒക്കെ കൊട്ടവഞ്ചി പണ്ട് മുതൽക്കേ ഉണ്ട്. നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത് 2014 നമ്മുടെ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായിരുന്നു സാറാണ് കൊണ്ടുവരുന്നത്. സാറിൻ്റെ കൂടെ നമ്മളൊരു സന്തോഷ് സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മുടെ ഈ വനസംരക്ഷണ സമിതിയുടെ സെക്രട്ടറി. ഇത് എലുമുള്ളും ബ്ലാക്കിൽ എന്ന് പറഞ്ഞിട്ടൊരു വനസംരക്ഷണ സമിതിയാണിത് നടത്തുന്നത്. ഈ കൊട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ലാത്തിമുള എന്ന് പറഞ്ഞിട്ട് വലിയ പൊള്ളയൊന്നുമില്ലാത്ത മാക്സിമം പരമാവധി വേണ്ടതാണ് ഉള്ള മുളയാണ്. ഈ മുള വരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇതിനകത്തൊരു റെക്സിൻ ഷീറ്റുണ്ട്. റെക്സിൻ ഷീറ്റിന് പുറമെ നമ്മൾ ചാക്ക് വലിച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ചാക്കിൻ്റെ പുറത്തെ ടാറാണ്. നമ്മളിവിടെ ഇപ്പോൾ ഈ റെയിൻ ഗാർഡായിട്ട് റബ്ബറിന് ഈ ഷീറ്റ് ഒട്ടിക്കുന്ന സൈസ് റെയിൻ ഗാർഡാണ് ഇതിന് പുറത്തുന്നത്. അവിടെ ഈ ഹൊഗനക്കലൊക്കെയാണ് അവർ ശരിക്കും ഈ ടാർ തന്നെയാണ്, റോഡിൽ ടാർ ഉപയോഗിക്കുന്ന ആ ടാർ തന്നെയാണ് അവർ ഉരുക്കിയിട്ട് തുണി ഉപയോഗിച്ച് ബ്രഷ് പോലെ ഉണ്ടാക്കി ഇതിനെ പുറത്ത് ഇങ്ങനെ അടിച്ച് തേച്ച് പിടിപ്പിക്കും. അതാകുമ്പം ഈ ചാക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാനും അകത്തേക്ക് വെള്ളം പെട്ടെന്ന് കയറാതിരിക്കാനും പിന്നെ ഈ വെള്ളത്തിൽ കുറച്ച് സ്മൂത്തായിട്ട് തെന്നി നീങ്ങാനും ഒക്കെ ഈ ടാറ് തേക്കുന്നതുകൊണ്ട് 2014 ഇത് ഇവിടെ കൊണ്ടുവരുന്നല്ലേ. അതിനുശേഷം നമ്മൾ കേരളത്തിൽ തന്നെ തെന്മലയിലും പിന്നെ നമ്മുടെ ഇവിടെ ആങ്ങമൂഴിയിലൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തെന്മലയിലൊക്കെ ഇപ്പോഴും ഈ ഫൈബറിന്റെ കൊട്ടവഞ്ചിയും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ശരിക്കും ഈ ഫൈബർ സക്സസ് അല്ല. അതുകൊണ്ട് നമ്മളെ ഈ മുളയുടെ ബാമ്പുവിൻ്റെ കൊട്ടവഞ്ചി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് ഫ്ലെക്സിബിളാണ്, പിന്നെ മറിയാനൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ്.
ഈ അല്ലാതെ ഈ മഴയും അങ്ങനെയുള്ള സമയത്തൊന്നും ഇത് ഇറക്കാറില്ല. നമ്മൾ മഴയത്തും പോകും. മഴ നനഞ്ഞ് പോകുന്നതിന് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മഴ സമയത്തും പോകും. നമ്മളിവിടെ ശരിക്കും ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലൊക്കെ വളരെ ആൾക്കാർ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളം കയറില്ലേ? മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കയറും. ഇതിനകത്ത് കുറച്ച് വെള്ളം കയറുന്നതുകൊണ്ട് യാതൊരു വിധ പ്രശ്നവും നമുക്ക് സംഭവിക്കത്തില്ല. ഇല്ല. പിന്നെ ഈ മുള എന്താണ് പേര് പറഞ്ഞത്? ഇത് നമ്മൾ ഈ ലാത്തിമുള എന്ന് പറഞ്ഞിട്ട് ഈ പോലീസിലൊക്കെ ലാത്തിമുള ഇതിന് വലിയ ലാത്തിമുള എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചോറുള്ള മുള. അല്ല, ഉള്ളിൽ പൊള്ളയില്ല. അതെ അതെ, ഉള്ളിൽ ചോറാണ്, ചോറ്. നല്ല ടൈറ്റ് ആയിട്ടുള്ള മുളയാണ് ലാത്തിമുള. ഈ മുള ഈറ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ പൊള്ളയുണ്ട്. ഈറയ്ക്ക് അതിനകത്ത് പൊള്ളയുണ്ട്, അല്ലാതെ മുളയ്ക്കും പൊള്ളയുണ്ട്. ഈ ലാത്തിമുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൊള്ളയില്ലാതെ ചോറ് മാത്രമേ ഉള്ളത്. നമ്മൾ ചെത്തുന്ന സമയത്ത് അറിയാം. ആ മുള കീറിയാണ് ഇത് ഉണ്ടാക്കിയത്. അതാണ് ഇത്രയും സ്ട്രോങ്. അങ്ങനെ കുട്ടവഞ്ചി യാത്ര സമയമില്ലാത്തതുകൊണ്ട് മാത്രം, എനിക്ക് താല്പര്യമില്ല കയറി പോകാൻ, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. കാരണം ഇനി ഒരുപാട് കറങ്ങാൻ ഒക്കെ ഒരുപാട് സമയമുണ്ട്, സ്ഥലമുണ്ട്. ഓരോരുത്തരിങ്ങനെ കുട്ടവഞ്ചിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് കുട്ടവഞ്ചി യാത്ര ഞങ്ങളിങ്ങനെ കരയിൽ കയറാൻ ഇനി കുറച്ച് സ്ഥലം കൂടെ ഞങ്ങൾക്ക് പോകാനുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇനി ഇതിന് വേണ്ടി മാത്രം ഒരു 2 ദിവസം വന്നാലേ പറ്റൂ. അത് എബി വിളിക്കണം കേട്ടോ, 2 ദിവസം കഴിച്ചിട്ട്. ഓക്കെ ഓക്കെ, എല്ലാവരും അടിപൊളിയായിരുന്നു. കണ്ടതിലും ഇവിടെ യാത്രയിലൊക്കെ സന്തോഷം. ഇതൊക്കെ നമുക്കൊരു അനുഭവമില്ല. നമ്മൾ ഇവിടെ ഈ നമ്മുടെ എബിയെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ കയറുന്നത് തന്നെ ആദ്യമായിട്ടാണ് കുട്ടവഞ്ചിയില. അടിപൊളി.